ഒരു ബ്ലഡിലെ മറ്റേ നടത്ത പാട്ടിട്ടാ സ്പീഡ് ഒരു ബ്ലഡ് 10,000 അത് ചേട്ടാ മറ്റേ പെണ്ണൊന്ന് വാതിൽ തുറന്നു തരാൻ പറ. അവിടെ എന്തേലും ഒരു ഇത് അവര് പെണ്ണ് അവിടെ തന്നെ നമ്മള് നടന്നു പോണായിരിക്കും. നമ്മള് നടന്നു പോണം. മറ്റേ റെമോ പടം മനസ്സിൽ വിചാരിച്ചു മറ്റേ പാട്ടിട്ട് ഒരു ബ്ലഡ് ഏത് വിചാരിക്കണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ സെറ്റാണ്. അത് ഞാൻ ഇട്ടോളാം. അത് നിങ്ങളിടുവോ? റെമോലെ പാട്ട് റെഡി, ഡിജെ റെഡി ആണോ? ജർമ്മ നമുക്കിത് പോരേടാ. വാ ക്ലാസ് അവരുണ്ട് ബീജം വളരെ കൊടുക്കാം. അളിയ ബോബി നോക്കിയടോ. അമ്മാരിടോ അവിടെ പാട്ടിട്. അമ്മാര് പാട്ടിട്. നിങ്ങള് പാട്ടിടുന്നില്ലേ? ഒറ്റ മിനിറ്റ് അളിയാ. ബൊക്കയുടെ സ്പെല്ലിംഗ് എന്താ? അല്ലെ ഞാൻ റോസാപ്പൂ കടിച്ചു പിടിച്ചോണ്ട് പോയ പോരെ? നടന്നു പാളി, അതാ നല്ലത്. നിങ്ങള് ബൊക്ക പിടിച്ചാ കാറ് ഞാൻ പ്രപ്പോസ് ചെയ്ത് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണുന്നുണ്ടോ? കാണാം. நீ மனசுல ஊர்மா இருக்கிறது எல்லாம் செட் ஆகும் பாருங்க. ரெண்டு ட்ரீ கொடுத்துருக்கவா? எവിടെ ഇവിടെ നോക്കാം. கூட வா. ഇവിടെ ദാ ഇங்க பாருங்க எல்லாரும் அவங்க சொல்லிட்டு വെച്ചിട്ട് போயிருக்காங்க. ഓ സെറ്റ് കൊള്ളാം കേട്ടോ. ഈ പദ്ധതി കൊള്ളാം നിന്റെ. വെക്കട്ടെ. ஓகே மாமா. ஓகே. ഇവിടെ ദാ ഇங்க பாருங்க எல்லாரும் அவங்க சொல்லிட்டு വെച്ചിട്ട് போயிருக்காங்க. ഓ സെറ്റ് കൊള്ളാം കേട്ടോ. ഈ പദ്ധതി കൊള്ളാം നിന്റെ. വെക്കട്ടെ. ஓகே மாமா. ஓகே. അല്ലല്ല എല്ലാം ഞാൻ മനസ്സിൽ പറയണം. വേണ്ട അറിയിച്ചു പറയാനൊന്നും വയ്യ. ലോറസ്റ്റാണേ ട്രീയുടെ ഇതൊക്കെ സൂര്യയുടേത്. ഹലോ ലോറ മിണ്ടത്തില്ലേ? ഹലോ ഹായ് ലോറ, നൈസ് ടു മീറ്റ് യു. ഞാനാണ് സിറ്റിയിലെ കണ്ണാപ്പി, ജർമ്മൻ കണ്ണാപ്പി. ജർമ്മൻ കണ്ണാപ്പി. നൈസ് ടു മീറ്റ് യു. ലോറ നൈസ് ടു മീറ്റ് യു. ലോറയുടെ ബോയ്ഫ്രണ്ട് ആയിരുന്നോ നിന്നത്? അതെ സാത്താൻ. വെരി ബാഡ് സെലക്ഷൻ. എന്തെറ്റി? അവന് ലോട്ടറി അടിച്ചാണോ കുട്ടിയെ? വെറുതെ പണിയെടുക്കുന്ന കണ്ണാപ്പി. ലോറ മോളെ എന്തൊക്കെയുണ്ട്? കണ്ണാപ്പി പറ ലോറ. ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീ ചെയ്യും. ലോറ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് എന്തും ചെയ്യും. ഞാൻ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആയാലോ എന്നിങ്ങനെ പ്ലാൻ. നല്ല കാര്യം കണ്ണാപ്പി, അങ്ങനെ തന്നെ വേണം. ഞാനൊരു കാര്യം തീരുമാനിച്ചു കണ്ണാപ്പി. എന്താ? ഇനി ജന്മത്തിൽ ഞാൻ ഒരുത്തിനെ പ്രേമിക്കത്തില്ല. എന്റെ സ്വഭാവം ഇന്നിവിടെ കാണൂടാ. ഇന്നിവിടെ എന്റെ തനി കോണം ഇന്നിവിടെ കാണും. നീ ഇടയ്ക്ക് കലിപ്പായ കണ്ണാപ്പി നീ കണ്ടുള്ളല്ലേ? ആ കണ്ണാപ്പി എടുക്കണോ? എടി നിന്നെ കെട്ടുന്നതിന് ഭേദം ഉണ്ടല്ലോ. ഞാൻ ഈ പനമരത്തിൽ കുരുങ്ങി അങ്ങ് ചാവുന്നേ മനസ്സിലായി. നിന്നെ കെട്ടുന്നതിന് ഭേദം. 2 വർഷമായിട്ട് പെണ്ണില്ലാത്ത മിണ്ടല്ലേ? എന്തേ ഒരമ്മ പറ്റ മക്കളെ നീ വാഴയോ? അല്ല നീ വാഴ. അവൻ എന്ത് പറഞ്ഞു? കൊറേ നാളായി തന്നെ മുതുക്കിയൊക്കെ വെച്ച് കാണുന്ന എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അവനെന്താ അന്ധനായിരുന്നോ? കണ്ണ് കാണത്തില്ലായിരുന്നോ അവനെ? എന്നെ ഇച്ചിരി സ്നേഹത്തോടെ വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമല്ല. അന്നാ നിന്റെ പെണ്ണുമ്പിളയോട് വിളിക്കാൻ പറ. ഓ അതിന് എനിക്ക് പെണ്ണുമ്പിള്ള ഇല്ലല്ലോ. നീ തെക്കോട്ട് നോക്കിയിരുന്നോ? നിനക്ക് കിട്ടും ഒരു ചെക്കൻ മനസ്സിലായോ? തെക്കോട്ട് നോക്കി ഇങ്ങനെ കറങ്ങിയിരുന്നോ നീ?
നീ എന്തിനാ കണ്ണ ഇതൊക്കെ കെയർ ചെയ്ത്? അല്ല അത് അവള് പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു അവൾ എന്റെ പറഞ്ഞിട്ടുണ്ട്. അല്ലേ ദർശന? നിനക്ക് ഒരാളെ സെറ്റ് ആക്കുകയാണെങ്കിൽ നിന്റെ കാഴ്ചപ്പാടം തരാം, അല്ലെ നിനക്ക് ഒരു സങ്കല്പികമായിട്ടുള്ള ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ. ഹലോ ബ്രോ, ഹലോ. നമ്മുടെ ലോറേനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? 2 വർഷം പെണ്ണിനെ നോക്കാഞ്ഞിട്ടാ ഞാൻ ചെന്നിപ്പോ ഒന്ന് മൂളി കഴിഞ്ഞാൽ ദർശയൊക്കെ ഇപ്പൊ ഇവിടെ വീഴും. തന്റെ വീണു. ഫ്രണ്ട്ഷിപ്പിന് കുഴപ്പമൊന്നുമില്ല അണ്ണാ, നമ്മള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അത് ഈ മണ്ടക്കോട്ടെ എനിക്ക് എന്തായാലും നിന്നോട് ഒരിതും ഇല്ല, മനസ്സിലായോ? ഫ്രണ്ട്ഷിപ്പ് മുതല് ഞാൻ കുറച്ച് കുട്ടി കുറവുള്ളവരെ നോക്കുന്നുണ്ട്. ഓരോരോ ഫാഷനും ഇതൊക്കെയാണോ ഫാഷൻ? നമ്മൾ ഇതൊക്കെ ഫാഷൻ കുറെ കണ്ടതാ. ശ്രീകുട്ടി ശ്രീകുട്ടി കേറുക, ശ്രീകുട്ടി മേലോട്ട് വാ. ഇപ്പൊ അവളെന്റെ സ്നേഹം കൊണ്ട് മണിയെന്നാ വിളിക്കുന്നത്. അതെ അതെ, സ്നേഹം കൂടുമ്പോ പണിയില്ലാത്തവരെ അതല്ലേ. നീ വേണ എന്റെ അച്ഛനച്ഛൻ വിളിച്ചോ. അതിന് ഭേദമടി, ഞാൻ വഴി പോകുന്ന പട്ടേ തെരുവട്ടി അച്ഛാ വിളിക്കുന്നത്, മനസ്സിലായടി? റബ്ബർ വെട്ടുന്ന രാഘവന്റെ മോളെ അടിക്ക, കള്ളന്റെ മോളെ. ഇത് ലോറ ക്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയതാ. വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇപ്പൊ ഒരു പെണ്ണെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. ഇത് മുതുകിന്ന് ഒഴുകി കിട്ടിയതാ. അങ്ങനെ പറഞ്ഞോടെ ഞാൻ ഡ്രസ് ഷോപ്പിൽ ഡ്രസ് പറയാം. 24 മണിക്കൂർ ഈ തുണി മാറാൻ പോകുന്നത് എന്തിനാ? നിന്നെ പോലെ അല്ല, ഞാൻ ഇച്ചിരി അലക്കുളിയൊക്കെ ഉള്ള കുട്ടിയാ. ഡ്രസ്സൊക്കെ മാറി അച്ഛന്റെ പേര് ഇപ്പോഴും മറ്റേ കള്ളം ദിവാകരൻ തന്നെയല്ലേ ഇപ്പോഴും അച്ഛന്റെ പേര്? മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ പ്ലസ് ആയിരുന്നോ? ഞാൻ നിനക്ക് ഇഷ്ടമായിരുന്ന അവിടെ കൊറേ ഇരുന്ന് കേട്ടോ. അപ്പൊ എനിക്കിപ്പോ ഉടനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമാണ്. ഞാൻ അവളെ കെട്ടാൻ പോകുന്ന എങ്ങനെയാണാ? ലോറനെ കെട്ടാൻ പോകുന്ന എങ്ങനെയാണാ? കേട്ടോ, ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയി പോകും. വാങ്ങിയൊന്നും തന്നിട്ടില്ല. ഇങ്ങനെയാണല്ലേ പ്രപ്പോസ് ചെയ്യുന്നത്? പറയണ്ടാ എന്താ ഇഷ്ടമുള്ള? എനിക്ക് മന്ദബുദ്ധി പെൺപിള്ളാരെ നിന്നെ പോലുള്ള. അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെയാണ് ഇനി സ്നേഹിക്കാൻ ഇഷ്ടമെന്ന്. സുന്ദരനല്ലേ? ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്ത് ഒരു പയ്യനെ കൊണ്ടുവരുന്നേ. ഈ ആൾക്കാർ കല്യാണം കഴിക്കാനാണ് എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും കുഞ്ഞാ എന്റെ മനസ്സിൽ. I hate you. I hate you too. I love you. I love you too. 20-ാം തീയതി ഒട്ടിച്ചു. 20-ാം തീയതി പ്രപ്പോസ് ചെയ്യും ഒരുത്തനെ. 20-ാം തീയതി ഞാൻ ഒരുത്തനെ പ്രപ്പോസ് ചെയ്യും. ഞാൻ 20-ാം തീയതി ഒരാളെ ഒരുത്തിയെ പ്രപ്പോസ് ചെയ്യും. ഓരോടെ അപ്പോട്ട് സമ്മതിക്കണം കേട്ടാ. ഞങ്ങക്ക് എനിക്ക് ഇഷ്യോടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പം ഇഷിക എനിക്ക് വേണ്ട ഹെൽപ്പ് ഇത്ര ഉള്ളു. ഇഷിക ഈ സിറ്റി ലോറ എന്ന് പറഞ്ഞ പെണ്ണുണ്ട്. ഞാൻ അവള് നല്ല ഫ്രണ്ട്സാണ്. പക്ഷെ അവള് ഞാനൊരു ക്ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന ദിവസം തന്നെ അവള് പ്രപ്പോസ് ചെയ്ത് തുടങ്ങും. അപ്പൊ അവൾ ഒരുത്തിനെ പോയി പ്രപ്പോസ് ചെയ്ത് ഞാൻ വരുന്നതിന് മുമ്പ് 20-ാം തീയതി ആയിരുന്നു ആ ഡേറ്റ് പറഞ്ഞത്, ഇന്നലെ. അപ്പം എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ ഒരു പ്രപ്പോസ് പ്രാങ്ക് എടുത്ത ഒരു പെണ്ണില്ല. റൈറ്റിലോട്ട് നടക്കാൻ പറ്റുന്നില്ലടാ. റോസാപ്പൂ വേറെ എങ്ങോട്ടോ അടിക്കുന്നല്ലോ. ആകർഷണ ശക്തി കൂടുതലാണല്ലോ ലെഫ്റ്റ് ഭാഗത്തോട്ട്. അയ്യോ, ഇങ്ങോട്ടാണല്ലോ റോസാപ്പൂ വന്നത്.
ലോറ ഐ ലവ് യു. ഷുട്ടു ഇതിന്റെ ഉത്തരം എനിക്ക് ഇപ്പൊ കേക്കണ്ട. ലോറ ശരിക്കും ഈ ഡയലോഗ് നിന്റെ അടുത്ത് പറയണമെന്ന് വെച്ചതാ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര പെട്ടിരുന്ന ഏകലവ്യൻ ദ്രോണാചർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. ഇത് സ്നേഹമാണ്. ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ ലോകത്ത് ആരുടെയും ആവശ്യമില്ല. ഞാൻ റിലേഷൻഷിപ്പിൽ പോകുമ്പം അത്രയും ചിന്തിച്ചിട്ട് മാത്രമേ ഞാൻ പോകുള്ളൂ. ഞാൻ ഒരു ടൈം മാത്രമേ നിന്നോട് ഞാൻ ചോദിച്ചോളൂ. ഇപ്പൊ നിനക്ക് എന്തോ ടൈം ആണോ? എത്രാം തീയതി വരെ? 2-ാം തീയതി വരെ. ഹലോ ഹലോ. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ ഒക്കെ അർത്ഥം എന്ന് പറഞ്ഞാ ഇത് എങ്ങനെ പറയണോന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് പറയണ്ട പോവാ. മിണ്ടണ്ടിരുന്നോനെ. എല്ലാരും വിട്ടാണ്ടിരിക്കണേ. എടാ പോയ പാട്ട് പാട്ട് പാട്ടില്ല പാട്ടില്ല. ഷെമി പാട്ട് പാട്ട്. ഷെമി ഒരു പാട്ട്. നിനക്ക് സ്റ്റൈലിലൊക്കെ പ്രപ്പോസ് ചെയ്തത് ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു? കുറെ നാളെടുത്ത് ഈ ഒരു പാലം പണിയാൻ വേണ്ടി. അതാണല്ലേ പാലം പാലം എന്ന് കുറെ നാളായിട്ട് പറയുന്നത്. പാലം പാലം അത് തന്നെ. അപ്പൊ കണ്ണാ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാ വന്നിട്ടല്ലേ ഇത് പാലായിരുന്ന ശബ്ദം ഇച്ചിരി കുറയ്ക്കണേ. ശബ്ദം ഇച്ചിരി കുറയ്ക്കാൻ. പറഞ്ഞാ കൂടി പോ കേട്ടോ. പറഞ്ഞോ. ശബ്ദം കുറയ്ക്കണം. പാട്ടിന് ശബ്ദം കുറയ്ക്കണേ. ശബ്ദം കുറ. ഇല്ലേ ഫോണിലിടാം. ഇല്ലേ ഫോണിലിടാം. പോസ് ചെയ്തോ. ഫോണിലിടാം. അതെ അതെ അത് നിർത്തിക്കോ. ഫോണിടാം. പോയി ഫോണിടാ. ഇന്നൊന്ന് രാത്രിയാക്കാൻ പറ്റുമോ? അയ്യോ എന്റെ തന്തയുടെ വകയാണല്ലോ ഇതൊക്കെ. ഓ നിനക്ക് തന്ത ഉണ്ടായിരുന്നോ? ഓ ഇതൊരു കല്യാണ വേഷമാണോടാ? പോയി ലിഞ്ചോസ് ആയിട്ടുണ്ട്. ഓക്കെ. എന്താ കാര്യം പറ. ഞാൻ വളച്ചൊന്നും നേരിടുന്നില്ല. 15 ദിവസം പിന്നെ വീട്ടിൽ സോറി. വീട്ടിലെത്തിച്ചേ വീട്ടിലല്ല വെയിറ്റ് ചെയ്യിപ്പിച്ചേ. അതിന് 15 അല്ല 15 വർഷമാണ് കണ്ണം വെയിറ്റ് ചെയ്യും. കാരണം എനിക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും. ഇഷ്ടമാണ്. പക്ഷെ എല്ലാ ഇഷ്ടവും ഒരു ടൈം ആകുമ്പോ പോകും. അത് സ്വാഭാവികമാണ്. ആ ഒരു ടൈമില് നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് പോകുമെന്നാണ് എന്റെ ഏറ്റവും വലിയ പേടി. അല്ലാതെ ഞാൻ നിന്റെ ജീവിതത്തിലോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുമ്മാതല്ല ലോറ. എനിക്ക് അത്രയ്ക്ക് കാര്യം ഉണ്ടായിട്ട് സ്നേഹം ഉണ്ടായിട്ടു. ആൻഡ് ലോറ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഇഷ്ടം പോത്തുമില്ല. നാളെ ഇനിയും ഇത് റിലേഷൻ ആയിട്ട് പോയില്ല, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കും. അങ്ങ് ഒരവസ്ഥയിലോട്ട് ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ല. മനസ്സിലായോ? അടുത്തത് കെട്ടുക. അത്രേ ഉള്ളൂ. കെട്ടുക. നമ്മുടെ അണ്ണു വരുന്നെന്ന് ഞാൻ അണ്ണുവിന്റെ അടുത്ത് ചോദിക്കും എന്നാ കല്യാണമെന്ന്. നോക്കിയും കെട്ടാ. എന്നാ ഞാനും പറയുന്നു, നീ ജീവിക്കുന്നോളം അത്ര ഞാൻ മാസമായി. ഒന്നുകൂടെ ഞാൻ പറഞ്ഞല്ലേ. ഒന്നുകൂടെ. ഇനി തല്ലത്. നീ ജീവിക്കുന്ന അത്ര നാള് നിന്റെ കൂടെ നിൽക്കാതൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ടൈമിങ് തെറ്റിപ്പോയാണ് പന്നികളെ. പറഞ്ഞോ. ഞാൻ ജീവിക്കുന്ന അത്ര നാള്
നിന്റെ പെണ്ണായിട്ട് ജീവിച്ചോളാം. ലവ് യു കണ്ണ. ധർമ്മ ധർമ്മ ഇടുന്നില്ല എന്നെ. വിട്. ഞാൻ വിടൂല. ഞാനും വിടൂല. കണ്ണ. ലവ് യു ലോറ. ലവ് യു ടു. ഇടിയിലേക്ക് ചോദിക്കാണ്ട് ലവ് യു ടു കിട്ടുമല്ലോ എപ്പോഴും. പിന്നല്ല ആ പിന്നല്ലാതെ ചോദിക്കാതെ കിട്ടും. ഇടിയിലേക്ക് ഉമ്മ ഡയറക്റ്റ് ചോദിക്കാലോ. അത് ഡയറക്റ്റ് ഇട്ടാ മതിയല്ലോ. ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതെന്താ പിന്നെ കപ്പിൾസ് ആയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ വെച്ചിട്ട് നിർത്തുക. ഞാൻ നിർത്തുക ഇത്. നീ ഉമ്മയ്ക്ക് വേണ്ടിയാണ് പ്രേമിച്ചത്? അല്ല ഉമ്മ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഇപ്പൊ കിട്ടിയില്ലേ? അതെന്ന് പറഞ്ഞ ചോദിക്കുമ്പോ മതി 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 കുമ്മായം പറ്റും. മതി മതി എനിക്ക് വിടാൻ തോന്നുന്നുണ്ട്. മതി മതി മതി. നിന്റെ എഫേർട്ടിനെ കുറിച്ചാണ്. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയണ്ടേ? എന്താണ്? ഓസിയണ്ണേ, ഞാൻ 10 നമ്പർ എടുത്തിട്ടുണ്ട്. അവര് പേയ്മെന്റിന് വിളിക്കണേന്ന് സെറ്റിൽ ചെയ്തേക്കണേ. എന്താ? അല്ല ഈ മാപ്പൊക്കെ ചെയ്തപ്പോഴേ ഞാൻ പുറത്ത് എന്റെ നമ്പർ എടുത്തിട്ടുണ്ട്. പേയ്മെന്റിന് വിളിക്കുവാണെങ്കിൽ ഇല്ല അവന്റെ ജിപേ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആണല്ലേ? കൊടുത്തിട്ടുണ്ട്. പരിപാടി ക്യാൻസൽ. അത്ര പോരായിരുന്നു. വിചാരിച്ചിത്ര പോരാ. അമ്മറത്ത് പറ എന്തേലും കുറയ്ക്കുമെന്ന്. കുറയ്ക്കുന്നില്ല. ലോറ എനിക്ക് പറയാനുള്ള ലോറ, എനിക്ക് ഇതുവരെ എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനു മുമ്പേ വന്ന കാറ്റി ആണെങ്കിലും സാൻവി ആണെങ്കിലും ഇവരൊക്കെ ഞാനാണ് എഫേർട്ട് ഇട്ടുള്ളത്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് എനിക്ക് ഇങ്ങോട്ടിട്ട് എഫേർട്ട് ഇട്ട് എനിക്ക് ഇത്ര പ്രപ്പോസൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ താങ്ക് യു ഫോർ ബീയിങ് ദെയർ വിത്ത് മീ. ഈ ഡമ്മി കുഞ്ഞിക്കാല് കണ്ടോണ്ടിരുന്നാ മതിയോ നമുക്ക്? ആദ്യം കല്യാണം കഴിക്കാൻ നോക്ക്. എന്ത് റെഡ്ഫ്ലാഗ് ഇടുന്നേ? ഇത് എന്റെ ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു നീ വല്ല മലയാളം മണ്ടയ്ക്കോട്ട് എന്നെ വിളിക്കുവന്ന്. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇട്ടുകൊണ്ട് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഞാനും പ്രതീക്ഷിച്ചില്ല. ആ ഷമ്മി എല്ലാത്തിനും കാരണം. ഷമ്മിയല്ലേ? ഈ പാലവും ഈ കൊച്ചും ഈ ഹാർട്ട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ റോസാപ്പൂ ഒറ പോലെ വന്നത് വിഷയമായിരുന്നു. ആ ഗുഹയിലെ എനിക്ക് നിറമയില് കണ്ടിട്ടില്ലേ? പക്ഷെ അത് നിർത്താൻ പറ്റത്തില്ല. ഒരു ഫോട്ടോ എടുക്കാം. പിന്നെ ഉമ്മ വെക്കുന്നതിന് എടുക്കാം. പിന്നല്ല വേണ്ട. എന്നാ എന്തേലും പോസ്റ്റ് എന്തിനാണത്? ആഫ്റ്റർ സൂസൻ റോസൻ അർപ്പിക്ക് ശേഷം കണ്ണാപ്പി ലോറ വിഷയം. പിന്നെ അല്ല $20. പിന്നെ അല്ല പോർട്ടെ $20. $20 ഉമ്മ. ഇതിന്റെ പോസ്റ്റ് ഇട്. ഇനി എപ്പോഴെന്നെ വിളിച്ചോണം ഇടയ്ക്കിടയ്ക്ക്. കേട്ടല്ലോ? എപ്പോഴും വിളിക്കണം എന്നെ. എനിക്ക് എപ്പോഴും മെസ്സേജിനൊക്കെ റിപ്ലൈ തരണം. എനിക്ക് മെസ്സേജ്. പിന്നെ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. ഇനി മറ്റേ കെട്ടി ഒരുങ്ങി എന്താണ് മറ്റേ ഇപ്പം അപ്പച്ചിയുടെ മറ്റേ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പോണം. മറ്റേ ഒരു കൊച്ചിനെ ഉണ്ടാക്കണം. ഇതൊന്നും പറ്റത്തില്ല ഇനി. അങ്ങനെയാണെങ്കിൽ ഹഗ് ഒന്നും കൊടുക്കാൻ പാടില്ല. എന്താ നീ കണ്ട പെണ്ണൊക്കെ ഹഗ് കൊടുക്കാൻ പാടില്ല. കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ വന്ന് ഹഗ് കഴിക്കുമ്പോ എനിക്ക് അപ്പം തരണം. അതൊക്കെ തരാം. തീർച്ചയായിട്ടും പള്ളി എടുക്കാൻ പോയ സമയത്ത് ഇതെന്താ ഇങ്ങനെ നാണം കാണിക്കുന്നേ? അങ്ങനെയാണ് ഞാൻ ഉമ്മ വേറെ മുമ്പിളാക്കി കൊടുക്കുവേ.
കൈയും കാലും വെട്ടിട്ടില്ലേ. ആ ഇതെന്താ ഇപ്പൊ ഞാനും കൊടുക്കും. ഇതെന്താ എന്നാ പിന്നെ എനിക്കെന്താ തരാത്തേ? ഇങ്ങനെ എല്ലാരും മുന്നിൽ വെച്ചിട്ടാണോ ഇതൊക്കെ? ഞാൻ ഇച്ചിരി പ്രൈവസി ആഗ്രഹിക്കുന്ന ഒരാളാ. കാര്യം പറയട്ടെ, നാളെ ഇവന് നമ്മളെ ബെഡ്റൂമിൽ കയറണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ല. ഇപ്പഴേ ഞാൻ പറഞ്ഞേക്കുന്നത് കേറുന്ന അവിടെ പറ ₹100 സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. താരക് ബ്രോ താങ്ക് യു സോ മച്ച് യൂസ് റിപ്ലൈ. കേട്ടോ നമ്മുടെ മണിയൻ സൈഡ് ചിക്ക് ആക്കിയല്ലോ നീ. അയ്യോ താരക് ബ്രോ താങ്ക് യു സോ മച്ച് ₹1000 സൂപ്പർ ചാറ്റ്. എനിക്കെന്താ പറ്റി? നിനക്കെന്താ പറ്റിയേ? എന്താ പറ്റിയേ? എടാ എന്റെ ഇത് മാറുന്നില്ലെന്ന്, ഫോൺ മാറുന്നില്ല. അത് ഡ്രോപ്പ് ചെയ്താ മതി. ശരി ശരി. ഡ്രോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റൂല. ഇനിയിപ്പോ എങ്ങനെ നമ്മളൊരു കുടുംബ ജീവിതത്തിലോട്ട് നയിക്കാൻ പോവാണല്ലേ? നിനക്ക് ഉടനെ മോനെയൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? മോനോ മോളോ അല്ലോ? വേണ്ട ഇപ്പൊ തൽക്കാലം വേണ്ട. എന്നിട്ട് വേണം നീ ഇട്ടുകാലം വരെ തീർത്ത്. എന്റെ പ്രതി അത് വേണ്ട കേട്ടാ. വേണ്ട പയ്യെ മതി, സമയം എടുത്തിട്ട്. നിനക്ക് ഒന്നാതെ പക്വതയായിട്ടില്ല. ഒരു മോനെ ഉണ്ടാവുന്നെങ്കിൽ എന്ത് പേരിടും നീ? അതിലോട്ടൊക്കെ ചിന്തിക്കണോ ഇപ്പൊ? ചിന്തിക്കണം. ഇല്ല അത് ഇപ്പഴേ ചിന്തിക്കണം. അതൊക്കെ എന്ത് പേരിടുന്നേ? നീ ആദ്യമായിട്ടാണ് പെണ്ണിനെ കാണുന്നേ? ഒരു ഡൗട്ട്. അല്ല പറ, എന്ത് പേരിടും? കണ്ണാ പറ, എന്താ പേരിടുന്നത്? എന്താന്ന് പറ. ഇനി സമയമില്ലേ? എന്തിനാ ഇപ്പഴേ ഇതൊക്കെ ചിന്തിക്കുന്നേ? ശരി എന്നാ അല്ല, പ്രപ്പോസൽ കഴിഞ്ഞേ ഉള്ളൂ, അപ്പത്തേക്ക് അവന് ഫസ്റ്റ് നൈറ്റ് വേണം. എങ്ങോട്ടാ? നമ്മുടെ ഇനി അതിന് കേട്ടോ. അപ്പാർട്ട്മെന്റ് ആണോ മറ്റല്ല എങ്ങോട്ടാണോ? എന്തിന്? ചായ കുടിക്കാനേ. എന്നാ കുഴപ്പമില്ല. ബ്ലഷായോ? പിന്നെ അങ്ങ് ബ്ലഷ് ആയൊക്കെ കവളൊക്കെ അങ്ങ് ഇളകി വീണന്റെ. ഒരു ഫോട്ടോ എടുക്കാം. എന്നാ ഫോട്ടോ എടുക്കുന്ന ആരാ? നേരെ നില്ല. ഇവിടെ ആരേലും ഉണ്ടോ? ഹലോ ആരേലും ഉണ്ടോ? വിഷ്ണുരേന്ദ്ര അതൊക്കെ എടുക്കാം. കിറ്റ്സ് വല്ല ഇട്ടോണ്ടല്ലോ ഇവിടെ വെച്ചാൽ ഇത് ശരിയാ. ഇച്ചിരി ശരിക്കാൻ പറ്റുമോ? ഇങ്ങനെ തോന്നിയ പോലെ നിങ്ങൾ ഇങ്ങനെ നിന്നിട്ട് നേരെ നിന്നിട്ട് ഇട്. അപ്പൊ സൈഡിലോട്ട് ഇങ്ങനെ നിന്നിട്ട് നേരെ നിക്ക്. നീ നേരേക്ക് അക്സെപ്റ്റ് ചെയ്യ്. ആരാ എടുക്കുന്നേ? സുന്ദരം മോനെ കേട്ടോ. നീ ഒരു കാര്യം മാത്രം ഈ ഭൂമിയിൽ തെളിയിച്ചില്ല. പറ, എന്ത് കണ്ണാ? മുഖത്തിനേക്കാൾ സൗന്ദര്യം ഒരാളുടെ മനസ്സിനാന്ന് നീ എനിക്ക് കാണിച്ചു തന്നു. കണ്ണാ ക്യാമറ ബോർഡാണ്, അത് കേൾക്കൂല. ഇല്ല ക്യാമറ ബോർഡ് ഇല്ല. ഞാൻ എടുത്തു, ഫോട്ടോ എടുത്തു. എടുത്താ? എടുത്തു. അതൊക്കെ ഉണ്ടായിരുന്നു. സാധനമൊക്കെ ഉണ്ട്. വീട് കണ്ണാ അല്ല അത് ഫോട്ടോ എടുക്കുന്നേ ഉള്ളവര്. ഇല്ല എടുത്തില്ല. അല്ല നിന്റെ കവളി പിടിച്ചോണ്ടിരിക്കാൻ എന്ത് ഞാൻ പറയുന്നില്ല ഞാൻ എവിടെ പിടിച്ചേക്കുന്നത്. എവിടെ? അരയിലല്ലേ പിടിച്ചേക്കുന്നത്? നിന്റെ വയറ്റിൽ. കൊള്ളാം. ഇനി പറയാ. അടുത്ത പോസ്റ്റ് മീറ്റ്. കൊള്ളല്ലേ കണ്ണാ മുട്ട? എന്ത് ആ മുട്ടത്തറ? നമുക്ക് മുട്ടക്കുട്ടി മതി. നമുക്ക് മുട്ടക്കുട്ടി മതി. പക്ഷെ അതാ നിനക്ക് പെണ്ണില്ലാത്ത. ഇതെടുത്തേ. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. എടുക്കാന്നേ ഉള്ളു. എടുത്തോ. ഫോട്ടോ എടുത്തോ. ഒരു ഫോട്ടോ എടുക്കണേ.
പാട്ടാണ് കേട്ടാ മണിയാടാ പറടാ ഒറ്റയ്ക്കാടാ നമുക്ക് ഒരെണ്ണം എടുക്കണ്ടേടാ. നമുക്ക് ഒരെണ്ണം എടുക്കാം വാളിയ. പിന്നെ എടാ വെഡിങ് ഫോട്ടോ എടുക്കണം. മണീനെ നിർത്തിയിട്ട് അടുത്ത ഒരെണ്ണം എടുക്കണേ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഫോട്ടോ മതി. നിങ്ങളാണ് ലിപ് ലോക്ക് സീൻ എടുത്തോ അല്ലേ? ആ ഈ റിലേഷൻ ഇവിടം വരെ എത്തുന്നതിന്റെ മേജർ പാർട്ട് അവൻ തന്നെ. അതിന് ഞാൻ എവിടെ ചോദിച്ചാലും പറയും നമ്മൾ രണ്ടൊരു സെറ്റ് ആവാൻ കാരണം അവൻ തന്നെ, അല്ല വേറെ ആരും അല്ല. അതൊക്കെ വിട്, നമുക്കൊരു ഫോട്ടോ എടുക്കാം വാ. ആ എടുത്തോ ഇതെടുത്തോ. എടുത്ത് ആ ഓക്കെ ഓക്കെ. എവിടേക്ക് ആ അപ്പറ എവിടെ നമ്മള് വാ. ലോറ വാ. ഞാൻ വരണോ? നീയല്ലേ നടുക്ക്. ഇല്ല ഞാൻ നടുക്ക്, നിങ്ങൾ അപ്പുറം ഇപ്പുറം എടുക്ക്. ആ ഓക്കെ ഓക്കെ. ഈ ബോബോ ഉണ്ടല്ലോ കുഞ്ഞു പിള്ളേരെ പോലെയാ, ഒടുക്കത്തെ വാശി. പക്ഷെ പെണ്ണില്ല, കുഞ്ഞു പിള്ളേരെ പോലെ. പോൾ ഡാംസ് ഇടാര്. പോൾ ഡാംസ് അല്ലെ പോൾ ഡാംസ്. ആ ലോറ ഇങ്ങനെ മറ്റേ സൈഡിൽ ഇങ്ങനെ ഇതാക്കുന്ന കേട്ടോ, ബോബോയുടെ തോളത്ത് ഇങ്ങനെ കൈവച്ചിരിക്കുന്നത്. ഏതാ? എന്റെ പേരെന്തായിരുന്നു? എന്റെ പേരെന്താ? സൈഡാംസോ? ലീൻ സൈഡ് കൊടുത്തേ. ലീൻ സൈഡ് 3-ഓ 2-ഓ എന്തോ, 3-ഓ 2-ഓ അങ്ങനെന്തോ, 5-ഓ 4-ഓ എന്തോ. എനിക്ക് അറിഞ്ഞൂടാ, ആരോ സംസാരിക്കുന്നുണ്ട് കേട്ടാ. ഓർമ്മ അക്സെപ്റ്റ് അല്ല അക്സെപ്റ്റ് ചെയ്യടി. മുഖം കാണൂല കണ്ണന്റെ. ഓറാലോ ആ കേക്കുന്നുണ്ട്. ഇതുപോലെ നിന്നെ എടുത്തോണ്ട് നടന്ന ഓർമ്മയുണ്ടോ ഒരു മലയില്? ഓർക്കുന്നുണ്ട്. അന്നേ അറിയായിരുന്നു നീ എന്റെ പെണ്ണാവുന്നു. നീ എനിക്ക് വേണ്ടി തന്നൊരു സാമ്രാജ്യ ഞാൻ ബാക്കി കാണുന്നത്. തന്നൊരു ഫസ്റ്റ് ഗിഫ്റ്റ് ലൈഫില്. ഇഷ്ടപ്പെട്ട? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും നീ ഉള്ളിടത്തോളം കാലം ഞാൻ നിന്റെ കൂടെ തന്നെ ആണ്. ഞാനും. ആ അതിന് എന്തൊക്കെ വെറുതെ ഒന്നും പറയുന്നതല്ല. ഞാനും വെറുതെ ഒന്നും പറയാനല്ല, കാര്യമായിട്ട് തന്നെ പറയുന്ന. അന്നേ എനിക്കറിയായിരുന്നു നീ സെറ്റാവുന്ന. എനിക്ക് നല്ല രീതിയിൽ അറിയായിരുന്നു. അന്നേ എനിക്കറിയായിരുന്നു നീ സെറ്റാവുന്ന. ഞാൻ സെറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ഇട്ടിട്ട് പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്തിനാടി? അല്ല പിന്നെ ഈ ഇത്ര എന്നെ പ്രേമിച്ച പിള്ളേർ ഞാൻ ഇട്ടിട്ട് പോയല്ല, അവരെന്നെ ഇട്ടിട്ട് പോയതാ. നിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടേ, നീ ബാക്കിയുള്ളവരുടെ കൂടെ പോയാലും എന്റെ അടുത്ത് പറയുമെന്ന്. മനസ്സിലായ അല്ലേ? ആ അതാണ് നിനക്ക് ലോയാലിറ്റി കീപ്പ് ചെയ്യും. മനസ്സിലായ? നീ എന്തൊരു തൊട്ടിത്തരം ചെയ്താലും എന്റെ അടുത്തൊന്ന് പറയും. അല്ലേ നീ കണ്ടുപിടിക്കുമല്ലോ, എന്തിനാ വെറുതെ. അതാ കണ്ണാ, ഇൻ കേസ് നമ്മള് ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ പിന്നെ നീ എല്ലാവരുടെ അടുത്ത് തന്നെ കളിയാക്കൂ? ഒറ്റ മനുഷ്യരുടെ അടുത്ത്. ഞാൻ അത്ര ചീപ്പാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നശിപ്പിക്കോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ബ്രേക്കപ്പ് ആവത്തില്ല. ബ്രേക്കപ്പ് ആയാലും നീ എന്റെ നല്ല ഫ്രണ്ട് തന്നെ ആയിരിക്കും. പോരെ? എനിക്കങ്ങനെ ബാക്കിയുള്ള ഫ്രണ്ട് ലോറ, നമ്മൾ ആമ്പിള്ളേരാണ്. മനസ്സിലായ? നമ്മൾ സ്നേഹിച്ച ഒരു പെണ്ണിനെ അതിനിയും എത്രയൊക്കെ നമുക്ക് അവരോട് വെറുപ്പുണ്ടെങ്കിലും ആമ്പിള്ളേര്, മനസ്സിലായോ, കയറി അവരുടെ അടുത്ത് ബാക്കിയുള്ളവരുടെ മുമ്പില് അവരെ തരംതാഴ്ത്തി സംസാരിക്കുകയോ ചൂടാവുകയോ അല്ലെ മോശമായിട്ട് പറയുന്നില്ല. അതിനിപ്പോ നാളെ എത്ര വലിയ ബ്രേക്കപ്പ് കിട്ടിയെന്ന് പറഞ്ഞാലും, മനസ്സിലായോ, നമ്മള് വൺസ് അവരെ ഭയങ്കരമായിട്ട് ഡീപ്പ് ഉള്ളിൽ സ്നേഹിച്ചാണ്. അത് അവര് നമ്മളെ അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിട്ട് പോലും നമ്മൾ ഇട്ടിട്ട് പോയാലും നമ്മളെ കുറ്റം പറയത്തില്ല. അത് വേറെ ആരെടുത്തും. അതിനെയും അത് ആമ്പിള്ളേർ അങ്ങനെയാണ്. പക്ഷെ പെമ്പിള്ളേർ കുറ്റം പറയും. അത് ഞാൻ പറയാണ്. പെമ്പിള്ളേർ കുറ്റം എല്ലാരും അല്ല, ചിലർ പറയും. ആമ്പിള്ളേർ പറയത്തില്ല. അതങ്ങനെയാണ് ആമ്പിള്ളേർ. ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അത്രേ ഉള്ളൂടാ. ഇത് ഒറിജിനൽ കണ്ണല്ലേ?
അതൊക്കെ വിടും രാത്രി അതുകൊണ്ട് ആ എന്നാ വേണ്ട